ഹായ് ഫ്രണ്ട്സ്, വീക്കെൻഡ് സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഒരു ബിഗിനറായിട്ട് മാർക്കറ്റിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് മാർക്കറ്റിൻ്റെ നോയ്സ് അനുസരിച്ചായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്നുകിൽ ഒരു കൊളീഗ് നമ്മളോട് പറയാണ് ആ സ്റ്റോക്ക് വാങ്ങൂ, അല്ലെങ്കിൽ ഒരു ബന്ധു പറയാണ് നമ്മളോട് ആ സ്റ്റോക്ക് വാങ്ങും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട് നമ്മളോട് പറയാണ് ആ സ്റ്റോക്ക് വാങ്ങുമെന്ന്. ഈ രീതിയിൽ നമ്മൾ ധാരാളം സ്റ്റോക്കുകൾ വാങ്ങുകയും അപ്പോൾ ഈ റാൻഡമായിട്ടുള്ള ഒരു വാങ്ങലും വിൽക്കലുമാണ് നമ്മൾ പൊതുവെ നടത്തുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കുറേ സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടുകയും അങ്ങനെ നമ്മളെ പോർട്ട്ഫോളിയോ മൊത്തത്തിൽ ഒരു ക്രൗഡി ആയിട്ടുള്ള തികച്ചും അലോസരപ്പെടുത്തുന്ന ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് അത് മാറുകയും ചെയ്യും. പിന്നീട് നമ്മൾ ആ പോർട്ട്ഫോളിയോ എങ്ങനെ ട്രിം ചെയ്യുമെന്നും എങ്ങനെ അത് ചെറുതാക്കാമെന്നും ഒക്കെയുള്ള ആലോചനയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റോക്ക് പോർട്ട്ഫോളിയോ നമ്മൾ നിർമ്മിക്കുമ്പോൾ നമ്മൾ കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി അത് ചെയ്യണമെന്നുള്ളതാണ് ഒരു ബിഗിനർ ഇൻവെസ്റ്റർ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു സ്റ്റോക്ക് പോർട്ട്ഫോളിയോ നിർമ്മിക്കുന്നതിന് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ അതിന് ഒരു കൃത്യമായിട്ടുള്ളൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമില്ല. എങ്കിലും പൊതുവായ ചില തത്വങ്ങൾ ഫോളോ ചെയ്യുന്നത് കുറച്ചുകൂടി എഫക്റ്റീവായതും മാർക്കറ്റിൻ്റെ ആ ഒരു ഉയർച്ച താഴ്ചകളെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ പോർട്ട്ഫോളിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലപ്പോൾ നമ്മളെ അത് സഹായിച്ചേക്കും. അപ്പോൾ നമ്മളൊരു പോർട്ട്ഫോളിയോ നിർമ്മിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും ആദ്യം പരിഗണിക്കേണ്ടത് അതിൻ്റെ ഡൈവേഴ്സിഫിക്കേഷനാണ്. കാരണം നമ്മളൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ ഒരു ബാലൻസ്ഡ് ഡൈവേഴ്സിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡോണ്ട് പുട്ട് ഓൾ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന് പൊതുവെ മാർക്കറ്റിൽ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പല സെക്ടറുകളിലായിട്ടും പല മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിലായിട്ടും ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതാണ് പോർട്ട്ഫോളിയോ നിർമ്മിക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത് നമുക്ക് ഒരു ലോങ് ടേം മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കാരണം നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊരു ബിസിനസ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു ബിസിനസ്സിൻ്റെ ഒരു ഓണറായി മാറുകയാണ്. ഇപ്പോൾ ഇക്വിറ്റിയിലൂടെ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ബിസിനസ്സിന് വളരാനുള്ള ഒരു അവസരം കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിതിൻ ഡേയ്സ് നമുക്ക് നല്ലൊരു റിട്ടേൺ ആ ഒരു സ്റ്റോക്കിൽ നിന്നും കിട്ടുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിയിട്ട് ബൈ ആൻഡ് ഫോർഗെറ്റ് എന്ന രീതിയിൽ അങ്ങ് മറന്നു കളയുക എന്നുള്ളതല്ല. മറിച്ച് അതിനെ നമ്മൾ ക്വാർട്ടർലി ട്രാക്ക് ചെയ്യണം. നമ്മൾ ഏതൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ആ സമയത്ത് തീർച്ചയായും നമ്മൾ ആ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് നോക്കും. നശിച്ചുകൊണ്ടിരിക്കുകയാണോ അതല്ല വളർന്നുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വേണ്ട ഡിസിഷൻ ഒക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ബിസിനസ്സിന് വളരാനുള്ള ഒരു മിനിമം സമയമെങ്കിലും അനുവദിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ലോങ് ടേം മൈൻഡ് സെറ്റ് നമ്മൾ വെച്ച് പുലർത്തണം. മൂന്നാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ റിസ്ക് അസസ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ഒരു റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റിയെക്കുറിച്ച് നമുക്കൊരു സ്വയം ഒരു അവബോധം ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ റിസ്ക് ടോളറൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അത് FD പോലെയോ ഗോൾഡ് പോലെയോ റിയൽ എസ്റ്റേറ്റ് പോലെയോ ഉള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. കാരണം അവിടെ വലിയ തോതിലുള്ള വളറ്റിലിറ്റി ഉണ്ടാവും. 30% താഴോട്ടേക്ക് പോകാനുള്ള ഒരു ചാൻസ് എപ്പോഴും ഒരു സ്റ്റോക്കിലുണ്ട്. എന്നാൽ ഒരു ഗോൾഡിലോ റിയൽ എസ്റ്റേറ്റിലോ അല്ലെങ്കിൽ FDയിലോ നമുക്ക് കുറഞ്ഞ കാലം കൊണ്ട് ആ രീതിയിലുള്ള ഒരു ഫോൾ ഉണ്ടാവുകയില്ല. എന്നാൽ ഇവിടെ റിട്ടേൺ ലഭിക്കുമ്പോൾ ഇതേപോലെ തന്നെ 30-40% അപ്സൈഡ് പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ആ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ റിസ്ക് അപ്പിറ്റേറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഈ ഒരു വളറ്റിലിറ്റി ഹാൻഡിൽ ചെയ്യാനുള്ള രീതിയിലുള്ള റിസ്ക് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി അത് നമുക്കുണ്ടോ എന്ന് നമ്മൾ സ്വയം വിലയിരുത്തണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 30% ഒക്കെ ഫോൾ ആകുമ്പോൾ നമ്മൾ സമചിത്തതയോടുകൂടി അതിനെ സമീപിക്കാൻ നമുക്ക് കഴിയണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇഗ്നോർ ദ നോയ്സ് എന്നുള്ളത്. നമുക്കൊരു സ്റ്റോക്കുകൾ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി ധാരാളമായിട്ടുള്ള യൂട്യൂബ് ചാനലുകളും ടെലിവിഷൻ ചാനലുകളും മറ്റ് ടെലിഗ്രാം ഗ്രൂപ്പുകളും എല്ലാം നമ്മുടെ ചുറ്റുമുണ്ട്. കൂടാതെ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം ന്യൂസുകളും നമുക്ക് കേൾക്കാം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നോയ്സുകൾ നമ്മളെ ചിലപ്പോൾ ഡിസ്റ്റർബ് ചെയ്തേക്കാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ഡിസിഷനിലേക്ക് പോകാൻ പാടില്ല. കാരണം നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു കൺവിക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളൊരു ഫണ്ടമെൻ്റൽ റിസർച്ച് നടത്തിക്കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 100% ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു മാർക്കറ്റ് നോയ്സിനെ വലിയ തോതിൽ കൺസിഡർ ചെയ്യേണ്ടതില്ല. പക്ഷേ ആ സ്റ്റോക്കിൻ്റെ പെർഫോമൻസും അതിൻ്റെ ഫൈനാൻഷ്യൽസും നോക്കിക്കൊണ്ട് മാത്രമേ നമ്മൾ തീരുമാനം എടുക്കേണ്ടതുള്ളൂ. മറ്റൊന്നാണ് സിസ്റ്റമാറ്റിക് ആയിട്ടും ഡിസിപ്ലിൻഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതി പൊതുവേ ഈക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിൽ ആളുകൾ ഫോളോ ചെയ്യാറുണ്ട്. നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ പൊതുവെ കാണാറുള്ള ഒരു കാര്യമാണ്. ഇതേപോലെ തന്നെയുള്ള ഒരു സമീപനം തന്നെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളൊരു 1 ലക്ഷം രൂപ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ 1 ലക്ഷം രൂപ കൊണ്ട് മുഴുവനായിട്ടും ആ സ്റ്റോക്ക് ഒറ്റ സ്ട്രെച്ചിൽ വാങ്ങാതെ ക്യാപിറ്റൽ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട്
വാങ്ങുന്ന ഒരു അപ്രോച്ച് ആണെങ്കിൽ ഒരു പക്ഷേ നമുക്കത് റൂപ്പി കോസ്റ്റ് ആവറേജിങ്ങിന് അത് സഹായിക്കും. സ്റ്റോക്ക് ഹൈയിലും ചിലപ്പോൾ നിങ്ങൾ ലോയിലും വാങ്ങുന്നത് കൊണ്ട് തന്നെ ഒരു ആവറേജിങ് അവിടെ നടക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും സ്റ്റോക്കുകൾ വാങ്ങാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജികളിലൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മളൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ രണ്ടായി തിരിക്കണം എന്നുള്ളതാണ്. ഒന്ന് കോർ പോർട്ട്ഫോളിയോയും മറ്റൊന്ന് സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോയും. ഈ കോർ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. അപ്പോൾ ആ ഒരു പോർട്ട്ഫോളിയോയിൽ നിങ്ങൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളതും വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനികളും നിങ്ങൾക്ക് രാത്രി സുഖമായി കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റെബിലിറ്റി കാണിക്കുന്ന സ്റ്റോക്കുകളും ആയിരിക്കണം. എന്നാൽ സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു ഗ്രോത്ത് എഞ്ചിൻ്റെ എഫക്റ്റ് കൊടുക്കുന്ന ഒരു സാധനമായിരിക്കും. അവിടെ നിങ്ങൾ കുറച്ചുകൂടി കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തുകൊണ്ടായിരുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവിടെ ഹൈ ഗ്രോത്ത് ആയിട്ട് മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മൈക്രോ ക്യാപ്പ് സെഗ്മെൻറ്റിലും അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള സെക്ടറുകളിലും തീമാറ്റിക് സെക്ടറുകളിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് ഒരു ഗ്രോത്ത് കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള 2 പോർട്ട്ഫോളിയോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ കോർ പോർട്ട്ഫോളിയോയിൽ നമ്മൾ ഏകദേശം നമ്മുടെ ക്യാപിറ്റലിൻ്റെ 60% അലോക്കേറ്റ് ചെയ്യുകയും ബാക്കി വരുന്ന 40% സാറ്റലൈറ്റിലേക്ക് മാറ്റുകയുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 60% ഈ കോർ പോർട്ട്ഫോളിയോയിൽ 30% Nifty 50 കമ്പനികൾക്ക് വേണ്ടി മാറ്റിവെക്കുക. ബാക്കി വരുന്ന 30% നമുക്ക് നിഫ്റ്റി ടോപ്പ് 100 കമ്പനികളിലുള്ള ലാർജ് ക്യാപ്പ് Nifty 50 കമ്പനികളെ വേണമെങ്കിൽ പരിഗണിക്കാം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ Nifty 50യുടെ ഒരു ETF വാങ്ങുന്നത് കൊണ്ട് തന്നെ Nifty 50 50 കമ്പനികളും അതുകൂടാതെ Nifty Next 50 ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളും അടങ്ങിയിട്ടുള്ള ഒരു ബ്ലൂ ചിപ്പ് ബാസ്ക്കറ്റും കൂടി മൊത്തത്തിൽ നമുക്ക് 60% ഒരു സ്റ്റാബിൾ പോർട്ട്ഫോളിയോ കോർ പോർട്ട്ഫോളിയോ ഉണ്ടാവും. പക്ഷെ അവിടെയും ഈ ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ സെക്ടർ അലോക്കേഷൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. നമുക്കറിയാം പലവിധ സെക്ടറുകളുണ്ട്. ഫൈനാൻഷ്യൽ സർവീസസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഓയിൽ ആൻഡ് ഗ്യാസ്, ഓട്ടോമൊബൈൽ, FMCG, ടെലികമ്മ്യൂണിക്കേഷൻ, കൺസ്ട്രക്ഷൻ, ഹെൽത്ത് കെയർ, മെറ്റൽ ആൻഡ് മൈനിങ്, കൺസ്യൂമർ സർവീസസ്, അങ്ങനെ തുടങ്ങി പല സെക്ടറുകളിലുമുള്ള മാർക്കറ്റ് ലീഡിംഗ് ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഒരു സെക്ടർ ഡൈവേഴ്സിഫിക്കേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോയിലേക്ക് വന്നാൽ 60% കോർ പോർട്ട്ഫോളിയോയിൽ പോയിട്ട് ബാക്കി വരുന്ന 40% സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവുക. അവിടെ നമുക്ക് ഹൈ കൺവിക്ഷൻ തോന്നുന്ന മിഡ് ക്യാപ് സ്റ്റോക്കുകളിൽ അതുപോലെ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ അതുപോലെ മൈക്രോ ക്യാപ് സ്റ്റോക്കുകളിലൊക്കെ നമ്മുടെ അലോക്കേഷൻ ഡൈവേഴ്സിഫൈ ചെയ്യാം. എങ്കിൽ പോലും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ ടോട്ടൽ പോർട്ട്ഫോളിയോയിൽ 10% കൂടുതൽ ഒരു സ്റ്റോക്കിൽ ആ ക്യാപിറ്റലിൻ്റെ അലോക്കേഷൻ നടത്തരുത്. അതുപോലെ ഒരു സെക്ടറിൽ ഒരു 20% കൂടുതൽ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുകൂടാതെ നമ്പർ ഓഫ് സ്റ്റോക്ക് എത്ര വേണമെന്നുള്ള കാര്യത്തിൽ അത് ഓരോ വ്യക്തികളുടെ മാർക്കറ്റിൽ അവർക്ക് ഇടപെടാനുള്ള സമയത്തിൻ്റെ ഒരു അവൈലബിലിറ്റി ഒക്കെ അനുസരിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒരു ആവറേജ് ഒരു ഇൻവെസ്റ്റർക്ക് ഏകദേശം 20 സ്റ്റോക്കുകളോളം പോർട്ട്ഫോളിയോയിൽ അലോക്കേറ്റ് ചെയ്യാം. എന്നാൽ നിങ്ങൾ ഫുൾ ടൈം മാർക്കറ്റിൽ ഇടപെടുന്ന ഒരാളാണെങ്കിൽ അതിൽ കൂടുതൽ സ്റ്റോക്കുകളും മാനേജ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് എത്രമാത്രം സ്റ്റോക്കുകൾ മാനേജ് ചെയ്യാൻ കഴിയും, ട്രാക്ക് ചെയ്യാൻ കഴിയും എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്പർ ഓഫ് സ്റ്റോക്കിൽ തീരുമാനം എടുക്കേണ്ടത്. നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില പ്രധാന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ നമ്മൾ ആ സ്റ്റോക്കിൻ്റെ പേര് കൊണ്ട് മാത്രം ആ സ്റ്റോക്ക് വാങ്ങരുത്. ആ സ്റ്റോക്കിൻ്റെ ബിസിനസ് മോഡൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ആ ബിസിനസ്സിന് എങ്ങനെയാണ് ആ സ്റ്റോക്ക് അവരുടെ ബിസിനസ്സിലുള്ള പണം ഉണ്ടാക്കുന്നത് എന്നത് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഇത് വാരൻ ബഫേയുടെ ഒരു പ്രധാനപ്പെട്ട കോട്ട് ഉണ്ടായിരുന്നു, നമുക്കറിയാത്ത ഒരു ബിസിനസ്സിൽ നമ്മൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അങ്ങനെ ചെയ്യുമായിരുന്നില്ല. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തേത്, ആ കമ്പനിയുടെ ഒരു മാനേജ്മെൻറ്റ് ക്വാളിറ്റി അറിയാൻ നമ്മൾ ശ്രമിക്കണം. അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരാണ്, അതുപോലെ അതിൻ്റെ പോളിസി, അവരുടെ മിഷൻ, അവരുടെ ആ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരു ക്വാളിറ്റി, അതുപോലെ അവരുടെ ട്രാൻസ്പെറൻസി എത്രത്തോളം ഉണ്ട്, അവരുടെ അക്കൗണ്ടബിലിറ്റി എത്രത്തോളം ഉണ്ട്, അവരൊരു ഫ്രോഡ് ഹിസ്റ്ററികളൊക്കെ ഉണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുന്നതും നമുക്ക് ആ സ്റ്റോക്കിൽ ഒരു വിശ്വാസം ഉണ്ടാക്കാൻ സഹായിക്കും. മറ്റൊന്നാണ് ഫൈനാൻഷ്യൽ ഹെൽത്ത്. തീർച്ചയായിട്ടും ആ സ്റ്റോക്കിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസ് നമ്മൾ നടത്തണം. അവിടെ ആ സ്റ്റോക്കിന് എത്രമാത്രം ഡെറ്റ് ഉണ്ടെന്നോ, അതുപോലെ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ഉണ്ട്, ഫ്രീ ക്യാഷ് ഫ്ലോ എത്രത്തോളം ഉണ്ട്, അതിൻ്റെ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും എങ്ങനെയാണ് വളരുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാനും നമ്മൾ ശ്രമിക്കണം. അതുപോലെ മറ്റൊന്നാണ് അതിൻ്റെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്കറിയാം ഒരു സ്റ്റോക്ക് അത് മാർക്കറ്റിൽ പല വിധത്തിലുള്ള അതിൻ്റെ പിയർ കമ്പനികളുമായിട്ട് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ മത്സരിക്കുമ്പോൾ ഈ കമ്പനിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റോക്ക് ഒരു മാർക്കറ്റ് ഷെയർ നേടിയെടുക്കുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആ സ്റ്റോക്കിനുണ്ടാവും. അത്തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കിനുണ്ടോ എന്ന് പരിശോധിക്കുന്നത് എപ്പോൾ നല്ലതായിരിക്കും.
മറ്റൊന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ. ഒരിക്കലും ഒരു സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ പോയിട്ട് പ്രത്യേകിച്ച് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരിക്കലും വാങ്ങരുത്. ഏതൊരു സ്റ്റോക്കും അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂവിലേക്ക് താഴോട്ടേക്ക് വരും. അത് ഇന്നല്ലെങ്കിൽ നാളെ വരും. അപ്പോൾ അത്തരത്തിലൊരു സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണോ അല്ലെങ്കിൽ ഫെയർലി വാല്യൂഡ് ആണോ എന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട് പല വിധത്തിലുള്ള മെട്രിക്സും ഉണ്ട്. ഇപ്പോൾ PE റേഷ്യോ, അതുപോലെ അതിൻ്റെ PEG റേഷ്യോ പരിശോധിക്കാം, അതുപോലെ അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ കണ്ടെത്താം, അതുപോലെ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ മീഡിയൻ PE പരിശോധിക്കാം, അതിൻ്റെ ഇൻഡസ്ട്രി PE പരിശോധിച്ച് അതുമായിട്ട് താരതമ്യം ചെയ്യാം. ഈ രീതിയിൽ നമുക്കതിൻ്റെ ഒരു വാല്യുവേഷനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണയിലെത്താൻ കഴിയും. അത്തരത്തിലൊരു കൺവിക്ഷൻ ഉണ്ടായാൽ മാത്രം ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചുകൊണ്ട് നമുക്ക് ആ സ്റ്റോക്കിൽ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു കൺവിക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു യാത്രയിലെ ആദ്യ സ്റ്റെപ്പ് ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റോക്ക് പോർട്ട്ഫോളിയോ നിർമ്മിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.